എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ പ്രിൻസസ് അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ ഐലാൻഡിലേക്ക് വരികയാണ്. അവിടെയുള്ള സ്ത്രീകളെല്ലാം തന്നെ അവളെ കണ്ട് ഒരുപാട് സന്തോഷത്തില് ഇപ്പൊ തോരണങ്ങളും പൂക്കളും ഒക്കെ അവൾ വരുന്ന വഴിയിലേക്ക് വലിച്ചെറി. അവൾ ചോദിക്കും, ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അതിന് ബാക്കിയുള്ള ലേഡീസ് ഇല്ലാന്ന് പറഞ്ഞ് തലയാട്ടും. പക്ഷെ അവൾക്ക് മനസ്സിലാവും, അവൾ അറിയാത്ത എന്തോ ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ടുണ്ടെന്ന്. മറ്റൊരു ഭാഗത്ത് ആ ഗ്രാൻഡ്മയെ കാണിക്കും. അവർക്കാണെങ്കിൽ ആ പ്രിൻസസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പൈററ്റ് ലേഡി അവളിപ്പോ ഒരു ന്യൂസ് പേപ്പർ കൊടുക്കുകയാണ്. ഉടനെ ആ ഗ്രാൻഡ്മ അവരെന്തോ ഒരു ന്യൂസ് കണ്ട് ഇപ്പൊ ഷോക്കായി അതിൽ തന്നെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത പ്രിൻസസ് ആണെങ്കിൽ പല്ലക്കിലൊക്കെ കയറി ഇപ്പൊ ക്യാഷ്ലായി അവളുടെ കോട്ടയിലേക്ക് വരും. ഉടനെ പ്രിൻസസിന് ഗിഫ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ഒരു അടിപൊളി ഒരു സ്റ്റോൺ കൊടുക്കുകയാണ്. ആ സ്റ്റോണിന്റെ തിളക്കം കണ്ട് അവൾ ചെറുതായിട്ടൊന്ന് ചിരിക്കും. പക്ഷെ അവിടെ കൂടെ നിന്നവരെല്ലാവരും ശ്രദ്ധിക്കുക, സ്റ്റോണിന്റെ തിളക്കമല്ല, അവളുടെ ചിരിയുടെ തിളക്കമാണ്. വാവ്, യു ആർ സോ ബ്യൂട്ടിഫുൾ. എനിക്കും ഈ പ്രിൻസസിന് ഇഷ്ടമായി. കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തോ. എന്തായാലും അവിടെയുള്ള എല്ലാവർക്കും പ്രിൻസസിനെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയോ അങ്ങനെയൊക്കെ അവർ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ആ പ്രിൻസസ് ആണെങ്കിൽ ആ ഒരു സ്റ്റോൺ എടുത്ത് പുറകിലേക്ക് വലിച്ചെറിയും. ഇതെന്റെ ഭംഗി കുറയ്ക്കും, സോ ഈ സ്റ്റോണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മുൻപിലേക്ക് നടന്നു വരും. അപ്പോഴായിരിക്കും ആ ഗ്രാമത്തിലുള്ള 3 പെൺകുട്ടികൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവളുടെ ഒരു പ്രതിമ അവളിപ്പോ കാണുക. ഏകദേശം അവളെ പോലെ തന്നെ ആയിട്ടുണ്ട്. ഉടനെ ഒരു ലേഡി പറയും, നിന്റെ ഫാൻസ് ആയിട്ടുള്ള 3 കുഞ്ഞുങ്ങള് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പെയിന്റിംഗ് വർക്ക് ബാക്കിയുണ്ട്, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവളുടനെ ആ പ്രതിമയിലൊന്ന് തലോടും. ഉടനെ അവളുടെ പാമ്പ് അത് പുറകിലേക്ക് പോവും. അടുത്ത നിമിഷം അവൾ ആ ക്ലേ അത് താഴേക്ക് തട്ടിയിടുകയാണ്. അവൾ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇതുപോലുള്ള വൃത്തികെട്ട സാധനങ്ങളൊന്നും ഈ കാസ്റ്റിൽ വെക്കാൻ. ഇനി ഒരു കാരണവശാലും ഇത്രയും ലോക്കലായിട്ടുള്ള സാധനങ്ങളും എടുത്തുകൊണ്ട് ഇവിടേക്ക് വരാൻ പാടില്ല. ഇപ്പൊ തന്നെ ഈ കാസ്റ്റില് അത് ക്ലീൻ ചെയ്യ്. അപ്പ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ഇപ്പൊ ക്ലോസപ്പ് ഷോട്ടിൽ കാണിക്കും. എല്ലാവരും ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ആ പ്രിൻസസ് ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയോട് ചോദിക്കും, സത്യം പറയും, ഇവിടെ എന്താ പ്രശ്നം? ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതാണ്. മെയിൻ വാരിയേഴ്സ് ആരും ഇവിടെ കാണാനില്ല. അവരെവിടെ പോയി? അവർക്ക് എന്താ സംഭവിച്ചേ? അതിനാൽ ലേഡി അവൾ ടെൻഷനാവും. പക്ഷെ അവൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് പറയും, നമ്മുടെ ഈ ഐലാൻഡിലേക്ക് ഒരു കോമാളിയായ മങ്കി വന്നു. അതിനെ പിടിക്കാനായിട്ടാണ് അവരെല്ലാം ഇപ്പൊ പോയിരിക്കുന്നത്. കട്ട് ചെയ്താ ഇവിടെ കാട്ടില് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഓ എന്ന് ടാർസിനെ പോലെ ഓളിയൊക്കെ ഇട്ട് അങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. ആ ഗേൾസ് ആണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ ഉണ്ട്. അവരെ കണ്ട് ലൂഫി ഇപ്പൊ അടുത്തുണ്ടായിരുന്ന ഒരു നദിയിലേക്ക് എടുത്തു ചാടും. ലൂഫി ഒന്ന് വീഴുക വലിയൊരു ഫിഷിന്റെ ബോഡിയിലാണ്. അത് ലൂഫിയെ വലിച്ച് മുൻപോട്ട് കുതിച്ചു പായും. അതേസമയം നമ്മൾ മുൻപ് കണ്ട ഗ്രാൻഡ്മ അവരാണെങ്കിൽ ഇപ്പൊ ആ പ്രിൻസസിന്റെ അടുത്തേക്ക് വരും. ആ ഗ്രാൻഡ്മയാണെങ്കിൽ ഇപ്പൊ പ്രിൻസസിനെ ഉപദേശിക്കും, ദയവ് ചെയ്ത് ആ നേവി ടീംസിന്റെ കൂടെ അവരെ ഏൽപ്പിച്ചെന്ന ദൗത്യം അത് കംപ്ലീറ്റ് ചെയ്യാൻ പോയേ പറ്റൂ. അങ്ങനെ പോയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിനക്കിപ്പൊ കിട്ടുന്ന സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും ഒക്കെ നഷ്ടാവും. മാത്രമല്ല ആ പഴയ കോൺട്രാക്ട് അതും അതോടുകൂടെ അവസാനിക്കും. എല്ലാവരും വെറും പൈററ്റ്സ് ആയിട്ട് മാത്രമായിരിക്കും നമ്മളെ കൺസിഡർ ചെയ്യുക. നേവിക്കാരും മറ്റു പൈററ്റ്സ് ടീമും അങ്ങനെ എല്ലാവരും ഇവിടേക്ക് വന്ന് നമ്മുടെ ഐലാൻഡ് പോലും പിന്നീട് നശിച്ചില്ലാതാവും. ആ ഗ്രാൻഡ്മയാണെങ്കിൽ ഇപ്പൊ ഒരു ക്രിസ്റ്റൽ ബോൾ എടുത്ത് കാണിക്കും. നിന്റെ ഫ്യൂച്ചർ അതെന്താണെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞ് ഗ്രാൻഡ്മ നൈസായിട്ട് ടേൺ ചെയ്ത് ഒരു ബ്രഷ് എടുത്ത് ആ ഗോളത്തില് നീ ഇവിടുന്ന് പോകണം എന്ന് എഴുതി വെക്കും. പ്രിൻസസിനാണെങ്കിൽ അത് വായിച്ച് കൺട്രോൾ പോവും. അവൾ ഫുൾ കലിപ്പില് കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് അത് പൊട്ടിക്കും. നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കും. നിങ്ങൾ ഇവിടുത്തെ എക്സ് ഇംപ്രസ് ആണ്. ഇപ്പൊ ഈ ഒരു ഐലാൻഡ് അത് ഭരിക്കുന്നത് ഞാനാണ്. സോ ഇവിടെ എന്ത് നടക്കണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും എനിക്കാണ്. അതിനുശേഷം അവൾ ആ ഗ്രാൻഡ്മയുടെ പൊട്ടിപ്പിടിച്ച് വലിച്ച് ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുപോകും. ഇനി മേലാൽ നിന്നെ എന്റെ കൺമുമ്പിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ജനലിലൂടെ ഇപ്പൊ ഗ്രാൻഡ്മയെ പുറത്തേക്ക് വലിച്ചെറിയും. ആ പ്രിൻസസിനാണെങ്കിൽ അപ്പോഴും അവളുടെ കലി അടങ്ങില്ല. ഫുൾ കലിപ്പില് ആ ഗ്രാൻഡ്മയെ തന്നെ തുറച്ചു നോക്കി നിൽക്കും. ആ പ്രിൻസസ് ആണെങ്കിൽ ടേൺ ചെയ്ത് ഇപ്പൊ അവളുടെ സബോർഡിനേറ്റ്സിനോട് പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് കുളിക്കണം, എന്റെ ബോഡി നിറയെ അഴുക്കാണ്. സോ അതിനുള്ള ഏർപ്പാട് ചെയ്യാനായിട്ട് പറയും. അത് പറയേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബെല്ല് അത് ആഞ്ഞടിക്കും. ഉടനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും അത് സ്റ്റോപ്പ് ചെയ്യും. ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നവര് അവരുടെ ഫൈറ്റ് നിർത്തിവെക്കും. അതിനുശേഷം എല്ലാവരും അവളെ കുളിപ്പിക്കാനായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. ഉടനെ ഐലാൻഡിന്റെ കോട്ട അത് മുഴുവനായിട്ടും ആ ഗേൾസ് അടയ്ക്കും. ചെറിയ ചെറിയ ദ്വാരങ്ങൾ പോലും വലിയ കള്ളു വെച്ച് അടയ്ക്കുകയാണ്. അവിടെയുള്ള എല്ലാ ഭാഗങ്ങളും കർട്ടനൊക്കെ ഇട്ട് മറച്ച് അതിനുശേഷം അവരുടെ രാജകുമാരി കുളിക്കാൻ പോവാണെന്ന് വലിയൊരു ബോർഡ് കൂടെ അവിടെ എഴുതി വെക്കും. അതുമാത്രമല്ല 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഓരോരുത്തരായിട്ട്
കാവൽ നിർത്തിയിരിക്കുകയാണ്. ഇനി ഒരുപാട് സമയത്തേക്ക് നമ്മുടെ രാജകുമാരിയുടെ നീരാട്ടാണ്. സോ ആ സമയത്ത് കാസ്റ്റിലേക്ക് ആരും തന്നെ വരാൻ പാടില്ല. ഇതൊക്കെ കണ്ട് ഒരു കുഞ്ഞു പെണ്ണ് അവളിപ്പോ അടുത്തുണ്ടായിരുന്ന ഒരു ലേഡിയോട് ചോദിക്കും, പ്രിൻസസ് കുളിക്കുന്നതിന് ഇത്രയും ബിൽഡപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഞാനും ഡെയിലി കുളിക്കുന്നതാണ്. എനിക്കാരും ഇത്രയും ഫെസിലിറ്റി ഒന്നും ചെയ്തു തരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉടനെ ആ ലേഡി ആണെങ്കിൽ ഇപ്പൊ അവൾക്ക് അതിന്റെ സ്റ്റോറി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ പ്രിൻസസ് അവളാണെങ്കിൽ കുളിക്കാനായിട്ട് ഇപ്പൊ വലിയൊരു മാളികയിലേക്ക് കടന്നു വരികയാണ്. നോർമൽ കുളിമുറിയല്ല, ഒരു ബ്രഹ്മാണ്ഡ കുളിമുറി. കാരണം കുളിക്കാൻ പോകുന്നത് ആ ഐലാൻഡിലെ രാജകുമാരിയാണ്. ഇവിടെ ആ ലേഡി ആണെങ്കിൽ ആ കൊച്ചു പെണ്ണിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിടത്തൊരിടത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഗോർഗോൺ എന്നു പേരുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. അവളുടെ തലയിൽ മുടിക്കു പകരം മുഴുവൻ പാമ്പായിരുന്നു. അവളുടെ ഏറ്റവും വലിയ പവർ അത് അവൾക്ക് അവളുടെ കണ്ണുപയോഗിച്ച് മുൻപിൽ കാണുന്നവരെ എല്ലാവരെയും ഒരു പാറയാക്കി മാറ്റാൻ കഴിയും എന്നതാണ്. അത്രയും ക്രൂരയായിരുന്ന ആ ഒരു സ്ത്രീയെ അവളെ കീഴടക്കിയത് നമ്മുടെ സ്നേക്ക് പ്രിൻസസും അവളുടെ സിസ്റ്റേഴ്സും ചേർന്നാണ്. അവളുടെ കണ്ണിന്റെ പവർ അതിന്റെ മുൻപിൽ വീണു പോവാതെ എങ്ങനെയൊക്കെയോ കണ്ണൊക്കെ പൂട്ടിയാണ് അവളുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിച്ചത്. പ്രിൻസസ് ആണെങ്കിൽ അതിനെ നെടുവെ വെട്ടിപ്പിളർന്ന് കൊന്നതുകൊണ്ട് തന്നെ അവരെ 3 പേരെയും ആ ഒരു ലേഡി അവർ ശപിച്ചു. അവരുടെ കണ്ണുകള് അതിവരുടെ 3 പേരുടെയും മുതുകിലായി ഒരു കേഴ്സ് മാർക്ക് പോലെ വന്നു. അതിനുശേഷം പ്രിൻസസിന്റെ ഭംഗി അതാര് നോക്കി ആസ്വദിക്കുന്നോ അവര് പ്രിൻസസിന്റെ മുതുകിലെ ആ കണ്ണുകള് അത് കണ്ട ഉടൻ കല്ലായി മാറി മരണപ്പെട്ടു പോവും. അങ്ങനെ ഒരുപാട് പേര് മരിച്ചു പോവാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് അതിനുശേഷം രാജകുമാരിയും അവരുടെ സിസ്റ്റേഴ്സും അവരെപ്പൊക്കെ കുളിക്കുവോ അപ്പോഴൊക്കെ ഈ ഐലാൻഡിലുള്ള പെണ്ണുങ്ങള് അവരെല്ലാവരും ചേർന്ന് അത്രയും നല്ല രീതിയിൽ ടൈറ്റ് സെക്യൂരിറ്റി കൊടുത്ത് രാജകുമാരിക്കും അവരുടെ സിസ്റ്റേഴ്സിനും കുളിക്കാനുള്ള ഫെസിലിറ്റി അത് റെഡിയാക്കി കൊടുക്കുന്നത്. അവർ ഡ്രസ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ അബദ്ധത്തിൽ പോലും ആരും അവരുടെ ഷോൾഡറിലുള്ള ആ കണ്ണുകൾ കാണാൻ പാടില്ല. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത്രയും വലിയ സന്നാഹങ്ങൾ അവർ കുളിക്കാനായി നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ പ്രിൻസസ് ആണെങ്കിൽ ഇപ്പൊ അവരുടെ കുളി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്താ നമ്മുടെ ലൂഫി ഇപ്പോഴും ആ ഫിഷിന്റെ ബോഡിയിൽ പെട്ട് കിടക്കുകയാണ്. അവന്റെ ക്യാപ്പ് അതാ ഫിഷിന്റെ ചിറകിൽ കുടുങ്ങി. അത് ലൂഫിയെ വലിച്ചുകൊണ്ട് ഇപ്പൊ ഒരുപാട് ദൂരത്തേക്ക് പോവും. വെള്ളത്തിലായതുകൊണ്ട് തന്നെ ലൂഫിക്ക് ഒന്നും ചെയ്യാനാവില്ല. കുറച്ചു ദൂരം മുൻപോട്ട് പോയി കഴിയുമ്പോൾ അത് വെള്ളത്തിന് മുകളിലേക്ക് എടുത്തു ചാടും. ആ ഫോഴ്സിൽ ലൂഫി അവൻ അങ്ങനെ തെറിച്ചടിച്ച് കരയിലേക്ക് വന്നു വീഴും. ലൂഫി ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അവന് ചുറ്റും നോക്കും. ചുറ്റുമാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പാമ്പുകള്. ലൂഫിയെ കാണേണ്ട താമസം അതിലൊരു പാമ്പ് ലൂഫിയെ ആഞ്ഞു കൊത്തും. രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ലൂഫി അവിടെ നോടാൻ തുടങ്ങും. ലൂഫിയുടെ നിലവിളിയാണെങ്കിൽ അവൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ലേഡീസ് അവര് കറക്റ്റായിട്ട് കേൾക്കും. ആക്ച്വലി ഈ പാമ്പുകള് ആ ലേഡീസിന്റേതാണ്. അവര് ലൂഫി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പാമ്പുകളെ ഓരോ ഭാഗത്തേക്കും അയച്ചത്. ഇവിടെ ലൂഫിയെ പാമ്പുകൾ എല്ലാവരും ചേർന്ന് അറഞ്ചം പുറഞ്ഞം കടിക്കും. ലൂഫി ആണെങ്കിൽ കണ്ണും പൂട്ടി ഇപ്പൊ നിലവിളിച്ച് ആ മലയുടെ മുകളിലേക്ക് കയറും. അല്പദൂരം കഴിയുമ്പോൾ ആ പാമ്പുകളുടെ പിടിവിട്ട് അവറ്റകൾ ഒന്നൊന്നായി താഴേക്ക് വീണ് ചാവുകയാണ്. ലൂഫി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറും. ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? എനിക്ക് എങ്ങനെ എന്റെ ക്രൂ മെമ്പേഴ്സിനെ അവരെ കണ്ടെത്താൻ കഴിയുന്നൊക്കെ ചിന്തിച്ച് അവൻ തലപോഞ്ഞിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ആ പെണ്ണു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഈ ഐലാൻഡില് ആകെ ഒരേ ഒരു കപ്പൽ മാത്രമേ ഉള്ളൂ. കപ്പലിന്റെ സഹായവും റൂട്ടും ഇല്ലാതെ ലൂഫിക്ക് തിരികെ പോകാനാവില്ല. അപ്പോ ഈ ഐലാൻഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരെങ്കിലും കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് അവരോട് സഹായം ചോദിക്കണം. അതിന് ഈ ഐലാൻഡിലുള്ള ഏറ്റവും വലിയ ബിൽഡിംഗ് അത് കണ്ടെത്തണം. അവിടെയായിരിക്കും ഈ ഐലാൻഡിൽ തന്നെ പ്രധാനപ്പെട്ട ആള് അവർ താമസിക്കുന്നത്. ലൂഫി ചുറ്റും നോക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ പ്രിൻസസിന്റെ മാൻഷൻ അതവൻ കാണും. പിന്നെ നമ്മുടെ ചെക്കൻ ഒന്നും നോക്കില്ല. അവൻ അങ്ങനെ എടുത്തു ചാടി ഡയറക്റ്റ് ആയിട്ട് ആ കാസ്റ്റിലേക്ക് പോവാണ്. ആ കാസ്റ്റിൽ ടവറിന്റെ മേൽക്കൂര അത് തകർന്ന് ലൂഫി അവനകത്തേക്ക് വീഴും. ശബ്ദം കേട്ട് ചുറ്റും ഉണ്ടായിരുന്ന ലേഡീസ് അവരൊരു സെക്കൻഡ് ഷോക്കായി അവിടേക്ക് നോക്കും. ലൂഫി ആണെങ്കിൽ വെള്ളത്തിൽ വീണ് നിലവിളിക്കാൻ തുടങ്ങും. ആക്ച്വലി അവൻ വീണിരിക്കുന്നത് നമ്മുടെ പ്രിൻസസ് കുളിക്കുന്ന ആ വലിയ ബാത്ടബിലാണ്. അല്പസമയം കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് നിൽക്കും. അപ്പോഴായിരിക്കും അവന്റെ മുട്ടുവരെ മാത്രമേ വെള്ളമുള്ളൂ എന്നവൻ തിരിച്ചറിയുക. ലൂഫി ആണെങ്കിൽ ഇപ്പൊ സ്നേക്ക് പ്രിൻസസിനെ കാണും. അവളാണെങ്കിൽ ലൂഫിയെ കണ്ട് ടെൻഷനായി വെള്ളത്തിലേക്ക് മുങ്ങുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.